കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതായി നിറഞ്ഞൊഴുകും സ്നേഹം. സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. നിന്റെ വിരലിൻ വേലകളാ ദിവാകര താരകവാനവും, നിൻ മുൻപിൽ നിലയറ്റവയായി മാനവനെ നീ സ്നേഹിച്ചു. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, ജീവജലത്തിനുറവയതാ നിറഞ്ഞൊഴുകും സ്നേഹം. സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. യേശു പ്രാണൻ വച്ചതിനാൽ സ്നേഹമെന്തെന്നറിയുകയായി എന്നേശു ജീവിക്കുന്നതിനാൽ ഏഴ ഞാനും വാഴുകയായി. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, ആത്മനാഥ നിന്നിൽ ലയിച്ചൊന്നായങ്ങൊഴുകാൻ. ആഴിയാഴിയെ വിളിക്കുന്നു ഞാനിതാ വന്നിടുന്നു, പ്രിയനെ നിനക്കായൊരു കൈത്തിരിയായി ഒഴുകിയെരിഞ്ഞലിയാൻ. കുരിശിൽ നിന്നും സാന്ത്വനമായി ഉരുകിയൊലിക്കും സ്നേഹം, സഹനത്തിൻ നിണധാരയതായി ഉതിർന്നൊഴുകും സ്നേഹം, വിലാവിൽ നിന്നും മോചനമായി ഉരുകിയൊലിക്കും സ്നേഹം, നീറും മനസ്സിൽ കുളിരലയായി നിറഞ്ഞൊഴുകും സ്നേഹം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തിൽ നാം കാണുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ചെറുകുറുക്കന്മാർ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്നെന്നുള്ളത്. നല്ല നടുതലയെ
തകർത്ത് കളയാൻ ചെറുകുറുക്കന്മാർ കടന്നു വരുന്നു. മാളങ്ങളിൽ പതിയിരിക്കുന്നു. പുറമേ നോക്കിയാൽ കാണുകയില്ല, പുറമേ കാണാൻ കിട്ടുകയുമില്ല. ഒളിവുമാളങ്ങളിൽ പതിയിരിക്കുന്നു ചെറുകുറുക്കന്മാർ. ആ ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവീനെന്നാണ് പറയുന്നത്. അതിനെ വെച്ചുകൊണ്ടിരിക്കരുത്, അതിനെ കൊന്നുകളയണം ചെറുകുറുക്കന്മാർ, അല്ലെങ്കിൽ മുന്തിരിത്തോട്ടം നശിപ്പിക്കും. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. പ്രിയതമൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചൊരു പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. പ്രിയതമന്, എൻ്റെ പ്രിയപ്പെട്ടവന് ഒരു ഫലപ്രദമായ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി. അവൻ ആ മുന്തിരിത്തോട്ടം കാക്കുന്നു, വേലി കെട്ടി. അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിലകത്തുള്ള കല്ലുകളെല്ലാം പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നല്ല വക മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു. നടുവിലൊരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. ഒരു ചക്കിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ചക്ക ഇടുവാൻ കാരണം മുന്തിരിങ്ങ മൂത്ത് കഴിയുമ്പോൾ, അത് പഴുക്കാറാകുമ്പോൾ അത് പറിച്ചെടുത്ത് ചക്കിലിട്ട് അത് ഞെരുക്കി, ആ ചക്കയിൽ നിന്ന് ഞെരുക്കി പുറത്ത് വന്ന് അതിൽ നിന്ന് പുറത്ത് വരുന്ന സത്ത് അത് മുന്തിരിച്ചാറാണ്. അത് വിലയേറിയ മുന്തിരിച്ചാറാണ്. ആ വിലയേറിയ വസ്തു വിറ്റ് വേണം ഉപജീവനം കഴിക്കാൻ. മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥന് അത് വിലപ്പെട്ടതാണ്. ആ ചക്കിട്ടു, അതിൽ മുന്തിരിവള്ളി നട്ടു, ചക്കിട്ടു, മുന്തിരിങ്ങ കായ്ക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ സംഭവിച്ചത് എന്താണ്? കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു പോയി. നല്ല മുന്തിരിങ്ങ കായ്ക്കുമെന്ന് വിചാരിച്ചിരുന്നത്, നല്ല മുന്തിരിവള്ളിയാണ് കൊണ്ട് നട്ടത്. പിന്നെ എന്ത് പറ്റി? എന്തെങ്ങനെ സംഭവിച്ചത്? മുന്തിരിവള്ളി നട്ടു, തോട്ടം മനോഹരമായ തോട്ടമാണ്, പക്ഷേ നല്ല മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു, പക്ഷേ കായ്ച്ചത് കാട്ടുമുന്തിരിങ്ങ അത്രേ. പിന്നെ ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. നിങ്ങൾ ഇത് കേൾക്ക്, യഹൂദ പുരുഷന്മാരെ നിങ്ങൾ കേൾക്ക്, ജനത്തിൻ്റെ നേതാക്കന്മാരായുള്ളവർ നിങ്ങൾ കേൾക്ക്. എൻ്റെ പ്രിയതവന് മനോഹരമായ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് ഞാൻ എൻ്റെ പ്രിയൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. കുറേയേറെ കാര്യങ്ങൾ ഓർക്കാനുണ്ട്. ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഫലവത്തായൊരു കുന്ന്, നല്ല സമൃദ്ധിയോടെ വിളവ് കിട്ടാവുന്നൊരു കുന്ന്, നല്ല മുന്തിരിത്തോട്ടം. ദൈവത്തിന് സ്തോത്രം. നമ്മളെല്ലാവരെയും കർത്താവ് ഈ സഭയാകുന്ന തോട്ടത്തിൽ, സഭ എന്ന് പറയുന്നത് ഏതെങ്കിലും യാക്കോബായ സഭയോ ഓർത്തഡോക്സ് സഭയോ എന്നല്ല പറയുന്നത്, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാകുന്ന തോട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഫലപ്രദമായ മുന്തിരിവള്ളിയായി കർത്താവ് നട്ടു. നമ്മെ ഓരോരുത്തരെയും നട്ടു. ചിന്തിക്കൂ, നാം ആരും വിചാരിച്ചല്ലോ ഭൂമിയിലേക്ക് വരുമെന്ന്. നാം ആരും ആവശ്യപ്പെട്ടല്ലോ ഭൂമിയിലേക്ക് വന്നത്. നാം ആരും കാത്തിരുന്നിട്ടല്ലോ, നാം ആരും ഒരുങ്ങിയിട്ടല്ലോ. എല്ലാം നിത്യനായ ദൈവത്തിൻ്റെ കാര്യപരിപാടിയായിരുന്നു. നിത്യനായ ദൈവം ഈ ദേശത്ത് എന്നെ ഒരു മുന്തിരിവള്ളിയായി നട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിനോട് കരുണ തോന്നി. അവൻ്റെ തോട്ടത്തിൽ നിന്ന് നടാൻ തിരുമനസ്സായി. അവൻ്റെ തോട്ടത്തിൽ. സ്തോത്രം. അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ നന്ദി വരുന്നത്. ക്രിസ്തുവിൻ്റെ തോട്ടത്തിലെ ഒരു മുന്തിരിവള്ളിയായി എന്നെ നട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ തോട്ടത്തിലെ മുന്തിരിവള്ളിയാണ്. നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. നിങ്ങൾ ഓരോരുത്തരും ഫലം കായ്ക്കേണ്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും നല്ല ഫലം കായ്ക്കേണ്ടവരാണ്. നല്ല വിശിഷ്ട ഫലം കായ്ക്കേണ്ടവരാണ്. ഈ മുന്തിരിവള്ളി പൂത്ത് ഇതിൽ കായ്കളുണ്ടായി, കായ്കൾ പഴുത്ത് ചക്കിലിട്ട് ഞെരുക്കി അത് മുന്തിരിച്ചാറ് പുറപ്പെടുവിക്കേണ്ടതാണ്. നല്ല ലഹരിപ്പിക്കുന്ന മുന്തിരിച്ചാറുണ്ടാകുന്നതാണ്. ഇത് മധുരമായ മുന്തിരിച്ചാറുണ്ടാകുന്നതാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉടമസ്ഥന് നട്ടത്. കർത്താവിന് സ്തോത്രം. എന്താണ് കാണുന്നത്? കുന്നുമേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിനു ചുറ്റും വേലി കെട്ടി. അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. വേണ്ടാത്ത സാധനങ്ങളെല്ലാം പെറുക്കിക്കളഞ്ഞു. തോട്ടത്തിൽ നിന്ന് കല്ലെല്ലാം പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നല്ല വക മുന്തിരിവള്ളി നട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കേൾക്കൂ, ഇതൊരു അതിശീനീയമായ വാർത്തയാണ്. നല്ല വക മുന്തിരിവള്ളിയാണ് നട്ടത്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രതീക്ഷ അനുസരിച്ച് നല്ല മുന്തിരിവള്ളിയായിരുന്നു. നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് പറന്നു വീഴുമ്പോൾ ശിശുവായിരുന്ന കാലത്ത് തന്നെ നാം നല്ല മുന്തിരിവള്ളിയായിരുന്നു. പിതാവായ ദൈവത്തിൻ്റെ കരുണയാൽ പുത്രനായ ദൈവം തൻ്റെ ജീവൻ നോക്കി വെച്ച് നാം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മെ നല്ല മുന്തിരിവള്ളിയായി നട്ടു. സ്തോത്രം. മനോഹരമായ ഒരു തോട്ടം, സുന്ദരമായ തോട്ടം, അത് നല്ല മുന്തിരിവള്ളിയായി നമ്മെ എല്ലാവരെയും നട്ടു. ഈ ദേശത്ത്, നിങ്ങളെവിടെ താമസിക്കുന്ന ആ ദേശത്ത് അവൻ്റെ മുന്തിരിവള്ളിയായി അവൻ നമ്മെ നട്ടു. ദൈവത്തിന് സ്തോത്രം.
ഇത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ നന്ദി വരുന്നത്. എൻ്റെ കർത്താവേ, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ ചിന്തിച്ചില്ല, ഇതുവരെ നീ എന്നെ നടത്തിക്കൊണ്ട് വന്നു, ഈ കാലം അത്രയും നീ എന്നെ സൂക്ഷിച്ചു. രോഗം വന്നപ്പോൾ നീ എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ കർത്താവേ, ആപത്ത് വന്നപ്പോൾ നീ എന്നെ വിടുവിച്ചു. വലിയ അത്യാഹിതങ്ങൾ വന്നപ്പോൾ അതിൽ മരിച്ചു പോകാൻ നീ എന്നെ കാത്തു. കർത്താവേ, അനേകം പ്രതിസന്ധികൾ വന്നപ്പോൾ നീ എന്നെ സൂക്ഷിച്ചു. കർത്താവേ, നിൻ്റെ തോട്ടത്തിലെ ഒരു മുന്തിരിവള്ളിയായി നീ എന്നെ തൊട്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ് നീ ചെയ്തത്? നടുവിലൊരു ഗോപുരം പണിതു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കമിട്ടു. ഒരു ചക്കിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. കഷ്ടം, മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. ആളുകൾ കാത്തിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മിൽ നിന്ന് വിശിഷ്ട ഫലം കർത്താവ് കാത്തിരുന്നു. ഓരോരുത്തരിൽ നിന്നും മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് കർത്താവ് നമ്മെ നട്ടത്, വലിയ പ്രതീക്ഷയോടെ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ ഇതിനെ അഴിച്ചുവിടുന്നത് എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ, ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുകയും, ദൈവത്തിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ പറ്റുമോ? എന്നെക്കൊണ്ട് എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. ഉള്ളിൽ നിന്ന് പറയാൻ പറ്റുമോ? ഉള്ളിൽ പറഞ്ഞാൽ മതി, എന്നെക്കൊണ്ട് എൻ്റെ യേശുവിന് ആവശ്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ നിസ്സാരരല്ല, നിങ്ങൾ വില കുറഞ്ഞവരല്ല, നിങ്ങൾ വിലയേറിയവരാണ്, നിങ്ങൾ മാന്യരാണ്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ നടുവാൻ തക്കവണ്ണം നിങ്ങൾ വിലപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മുന്തിരിത്തോപ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾ നടുവാൻ തക്കവണ്ണം നിങ്ങൾ വിലയേറിയവരാണ്. അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എന്നെയും നട്ടു. ദൈവത്തിന് സ്തോത്രം. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നാറേ, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. കഷ്ടം, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ഫലം വന്നപ്പോഴാണ് മനസ്സിലായത്, അയ്യോ, നല്ലൊന്നാം തരം മുന്തിരിവള്ളിയാണല്ലോ നട്ടത്, പിന്നെ എന്താണിത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കാൻ കാരണം? പിടികിട്ടുന്നില്ല. ഇന്ന് അനേകരും കാട്ടുമുന്തിരിങ്ങ കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. കോപവും വാശിയും വഴക്കും പിണക്കവും വൈരാഗ്യവും പകയും വിദ്വേഷവും മത്സരചിന്തകളും എല്ലാം ഉള്ളത്തിലുണ്ട്. ദ്രവ്യാഗ്രഹവും സ്വാർത്ഥതയും അഹങ്കാരവും എല്ലാം ജീവിതത്തിൽ വന്നിരിക്കുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. നമ്മൾ ഇതുവരെയും കായ്ച്ചത് എന്താണെന്ന് ചിന്തിച്ച് നോക്കൂ. എന്ത് ഫലമാണ് നമ്മൾ കായ്ച്ചത്? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ പുറമേ പാവം ഉണ്ടായിരുന്നില്ല, പക്ഷേ അകത്ത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചുകൊണ്ടിരുന്നു. പുറമേ പ്രാർത്ഥനയുണ്ട്, പുറമേ പള്ളിയുണ്ട്, പുറമേ നമസ്കാരമുണ്ട്, 2 നേരവും പ്രാർത്ഥനയുണ്ട്, കുമ്പിട്ടുള്ള നമസ്കാരമുണ്ട്, കൗമാചൊല്ലിയുള്ള നമസ്കാരമുണ്ട്, എല്ലാം പുസ്തകത്തിൽ നോക്കിയുള്ള നമസ്കാരമുണ്ട്, എല്ലാം ചിട്ടപ്പെട്ടായിരുന്നു. പ്രത്യേകിച്ചും പ്രഭാത പ്രാർത്ഥന 1.5 മണിക്കൂർ നീണ്ടു നോക്കിയായിരുന്നു. പാതിരാത്രിയുടെ പ്രാർത്ഥന ഉൾപ്പെടെയാണ് പ്രാർത്ഥന. പാതിരാത്രിയുടെ പ്രാർത്ഥനയും പ്രഭാത നമസ്കാരം ഒരുമിച്ച് ചൊല്ലും. അന്ന് ഈ പ്രാർത്ഥനയെല്ലാം ചൊല്ലിത്തീർക്കും. നോമ്പുകൾ നോക്കും, മാരണ പെരുന്നാളുകൾ നോക്കും, ബുധൻ വെള്ളി ദിവസങ്ങൾ നോമ്പ് നോക്കും. വളരെ ചിട്ടപ്പെട്ട ജീവിതമായിരുന്നു, വളരെ അച്ചടക്കമുള്ള ജീവിതമായിരുന്നു. പക്ഷേ അകത്ത് കാട്ടുമുന്തിരിങ്ങയാണ് കായ്ക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. അകത്ത് വിദ്വേഷം, അകത്ത് പക, അകത്ത് നീരസം, അകത്ത് കയ്പ്, അകത്ത് കോപം, അകത്ത് എനിക്ക് തന്നെ നിയന്ത്രിക്കാൻ വയ്യാത്ത വിധത്തിലുള്ളതായ അശുദ്ധ ചിന്തകൾ, എന്തിനീ ചിന്തകളെന്ന് തോന്നിയിട്ടുണ്ട്. അശുദ്ധമായ ചിന്തകൾ. ഇങ്ങനെ ഹൃദയമാകെ ഏറ്റവും വഷളായിപ്പോയിരുന്നു, വഷളായിപ്പോയിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭാഗ്യവശാൽ കർത്താവ് എനിക്ക് ഒരു ദൈവദാസൻ്റെ വചനം ഞാൻ കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി തന്നു, ഞാനാണ് ലാസറിനെ പോലെ മരിച്ചവനെന്ന്. ലാസർ മരിച്ചു കിടന്നതുപോലെ എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു ഞാൻ മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിനയപ്പെട്ടു, ഞാൻ താണു. ലാസർ മരിച്ചതുപോലെ കല്ലറയിൽ മരിച്ചു കിടക്കുകയാണ്. കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി. ദൈവമേ, ആർക്കടുക്കാൻ വയ്യാത്ത വിധത്തിലുള്ളതായ നാറ്റം. അകത്ത് ചീത്ത ചിന്തകൾ, അകത്ത് മലിനമായ ആഗ്രഹങ്ങൾ, മ്ലേച്ഛമായ മോഹങ്ങൾ, പുറത്തു പറഞ്ഞ് അറയ്ക്കുന്നതായ കാര്യങ്ങൾ എല്ലാം ചിന്തയിലാണ്, വികാരത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. ദ്രവ്യാഗ്രഹം, അഹങ്കാരം, ദൈവത്തിന് സ്തോത്രം, പലതിലുമുള്ള അഹമ്മതി ഇതെല്ലാം ഉണ്ടായിരുന്നു. കർത്താവിന് സ്തോത്രം. വചനം കേട്ടപ്പോൾ ഞാൻ താണു, ഞാൻ തളർന്നു, ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതെല്ലാം എൻ്റെ അനുഭവമാണ്. ഞാനാണ് പാവി, ഞാനാണ് ലാസറിനെ പോലെ മരിച്ചു കിടക്കുന്നവൻ. മരിച്ച് ലാസർ ചീഞ്ഞ് ദുർഗന്ധം വമിച്ച് കിടക്കുന്നത് പോലെ ഞാനിതാ ദൈവരാജ്യത്തിൽ ദുർഗന്ധം വമിക്കുന്നതിനായി കടന്നു വരാൻ നിർവാഹമില്ലാതെ ഞാനിതാ വെളിയിൽ നിൽക്കുകയാണ്. കർത്താവേ, നീ എന്നെ പുറത്ത് കൊണ്ടുവരണമേ. ദൈവത്തിന് സ്തോത്രം. ലാസറേ, പുറത്തു വരിക എന്നുള്ള ശബ്ദം കേട്ട് എൻ്റെ ഹൃദയം ഉണർന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ എളിമയോടെ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാനാണ് പാവി, ഞാനാണ് ദുർഗന്ധമുള്ളവൻ. അപ്പോഴാണ് കേൾക്കുന്നത്, ലാസറേ, പുറത്തു വരിക എന്ന്. ഞാൻ ഞെട്ടിത്തരിച്ചുകൊണ്ട് ഞാൻ പ്രസംഗനെ നോക്കിയപ്പോൾ
അദ്ദേഹം ഇങ്ങനെ കൈവരലുണ്ട്, ദാസരേ പുറത്തു വരിക. അന്ന് ഞെട്ടലോടെ ഞാൻ ഒന്ന് പറഞ്ഞു, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തിലേക്ക് കടന്നു വരികയായിരുന്നു. ആത്മാവിനിൽ പ്രവർത്തിക്കുകയായിരുന്നു. അതിന് ലക്ഷണവും പാവബോധം കിട്ടി, പാവബോധം, കുറ്റബോധം കിട്ടി. എനിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന് മനസ്സിലായി. അഹംഭാവിത്തോടെ ചിന്തിക്കാൻ ഒന്നുമില്ല, നിഗളിക്കാനൊന്നുമില്ല, എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല. ആകെയുള്ളതെല്ലാം ഒരു കൂട്ടം പാവം മാത്രം. ചിന്തയിലെ പാവങ്ങൾ. ദൈവമേ, എൻ്റെ ഹൃദയത്തിലെ ചിലരുള്ള നീരസം, കയ്പ്, കോപാവേശം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഭയത്തോടെ പറയട്ടെ, എൻ്റെ അമ്മയോട് ഞാൻ കോപിച്ചിട്ടുണ്ട്, വാശി പിടിച്ചിട്ടുണ്ട്. അന്ന് അമ്മയെല്ലാം സഹിച്ച് എന്നെ ഓമനിക്കുകയും എന്നെ ലാളിക്കുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട എൻ്റെ അമ്മ, ഞാൻ 1 വയസ്സിൽ അപ്പം മരിച്ചു പോയതുകൊണ്ട് ദുഃഖിതയായ അമ്മ അന്ന് എന്നെ ഓമനിക്കുകയും ലാളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ സന്തോഷം അനുഭവിച്ചിരുന്നു 1 വയസ്സിൽ പറഞ്ഞാൽ. പക്ഷേ എൻ്റെ ഉള്ളം കോപാവേശമൂത്തതായിരുന്നു, കോപാവേശം. അതിലേറ്റവും ഭയാനകം നിരാശയായിരുന്നു, നിരാശ. എൻ്റെ കർത്താവേ, ഇങ്ങനെ അനേകം കാട്ടുമുന്തിരിങ്ങ കായ്ച്ചുകൊണ്ടിരുന്നു, കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു. ദൈവത്തിന് സ്തോത്രം. ഇത് മുന്തിരിങ്ങ, കാട്ടുമുന്തിരിങ്ങ കൊണ്ട് ഫലം കിട്ടുകയില്ല, പ്രയോജനപ്പെടുകയില്ല. ഞാൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, പ്രയോജനമില്ലാത്തവൻ. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ പ്രയോജനമുള്ളവരാണോ? നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രയോജനമുള്ളവരാണോ? ഏതെങ്കിലും കാര്യത്തിൽ പ്രയോജനമുള്ളവരാണോ? ആയിരുന്നോ? ചിന്തിച്ച് നോക്കൂ. ഏതെങ്കിലും തരത്തിൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെട്ടവരായിരുന്നു നിങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ഞാൻ മനസ്സിലാക്കി, ഞാൻ പ്രയോജനമില്ലാത്തവൻ. കർത്താവേ, ഞാൻ നിനക്ക് വാസ്തവമായി ഒരു ഗുണവും ചെയ്തിട്ടില്ലാത്തവൻ. നീ ചെയ്തത് എന്താ നന്മ എന്ന് തിരിച്ചറിയാത്തവൻ. ഞാൻ നന്ദി കെട്ടവൻ. കർത്താവേ, ഞാൻ സ്നേഹമെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ സ്നേഹം ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ ഞാനാരെയും സ്നേഹിച്ചില്ല. ഇതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. അന്ന് രാത്രി എത്ര നേരം പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യോഗം കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഭക്ഷണമെല്ലാം കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങാനായി ഞങ്ങൾ, അമ്മ കിടന്നു, പെങ്ങൾ കിടന്നു, ഞാനും കിടന്നു. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ജീവിതം ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എന്ത് നേടി? ഞാൻ ഒന്നും നേടിയില്ല. എൻ്റെ ആകത്തുക എന്താണ്? പാവം മാത്രം. ജീർണിച്ച ഒരു ജീവിതം, ജീർണിച്ച് ചീഞ്ഞ ഒരു ഹൃദയം. എൻ്റെ കർത്താവേ, ഒന്നിനും കൊള്ളാത്തൊരു മനുഷ്യൻ, പ്രയോജനമില്ലാത്തൊരു ദാസൻ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ നീ ഒന്ന് മാറ്റിയെടുക്കുമോ? ലാസനെ ഉയർപ്പിച്ചതുപോലെ എൻ്റെ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ? ഞാൻ ചോദിച്ചു, കർത്താവേ, ഇന്ന് നീ എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തരുമോ? ഞാൻ നിൻ്റെ വകയായിരിക്കും. ആ കാര്യം ഉറപ്പാണ്. ഞാൻ നിൻ്റെ വകയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി ഞാൻ ജീവനുള്ള ദൈവത്തോട് എൻ്റെ ഉള്ളു തുറന്നു പറഞ്ഞു, കർത്താവേ, ഞാൻ തീരുമാനിക്കുന്നു, ഇനി ഞാൻ നിൻ്റെ വകയായിരിക്കും. മനസ്സറിഞ്ഞ് അരുതാത്തൊരു കാര്യം ചിന്തയിലേക്ക് വരികയില്ല, എൻ്റെ ബോധത്തിലേക്ക് വരികയില്ല. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, 17ാമത്തെ വയസ്സിലാണ് അത് നടന്നത്. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. 17ാമത്തെ വയസ്സിൽ ആ സംഭവം നടന്നതിന് ശേഷം ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ ദൈവത്തിൻ്റെ വേലയൊക്കെ ചെയ്തു തുടങ്ങി. ഒരു 21-22 വയസ്സിലൊക്കെ ഞാൻ ധാരാളം പ്രസംഗിക്കാൻ പല സ്ഥലങ്ങളിലും പോയി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. 23ാമത്തെ വയസ്സിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചത്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എൻ്റെ 36ാമത്തെ വയസ്സിലുള്ള കാലങ്ങൾ ഏതാണ്ട് പ്രസംഗങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. എല്ലാ പള്ളികളിലും പോയി പ്രസംഗിച്ചിരുന്നു. തിരുമേനിമാർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നു, വലിയ സ്നേഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഞാൻ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി. ഞാൻ ഇറങ്ങി എന്നല്ല പറയുന്നത്, എൻ്റെ യേശു എന്നെ ആഴത്തിലേക്ക് കൊണ്ടുപോയി. ഇനിയും കഴുകാനുണ്ട് മോനെ, ഇനിയും കഴുകാനുണ്ട്. നിനക്ക് ഇനിയും മാറ്റം വരാനുണ്ട്. ഇനിയും നീ മാറേണ്ടിയിരിക്കുന്നു. കർത്താവിനോട് ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ സംസാരിച്ചു, വാത്സല്യപൂർവ്വം സംസാരിച്ചു. മോനെ, ഇനിയും നിനക്ക് മാറ്റം വരേണ്ടതുണ്ട്. നിൻ്റെ സ്വഭാവത്തിൽ ഇനിയും മാറ്റം വരേണ്ടതുണ്ട്. സ്വഭാവം യേശുമയമായി തീരേണ്ടിയിരിക്കുന്നു, യേശുവിൻ്റെ ഹൃദയമായി തീരേണ്ടിയിരിക്കുന്നു. കർത്താവ് എനിക്ക് ഓരോന്ന് മനസ്സിലാക്കി തന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ പിന്നെയും ഇരുന്ന് കരഞ്ഞു, പിന്നെയും ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രകടമായ പാവത്തിലേക്കൊന്നും പോയിട്ടില്ല എങ്കിലും എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് സ്ഥാനമോഹം ഉണ്ടായിരുന്നു. എന്നെ ആളുകൾ മാനിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആരെങ്കിലും മാനിച്ചില്ലെങ്കിൽ അങ്ങനെയുള്ളടത്ത് പ്രസംഗിക്കാൻ പോവുകയില്ലെന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. ഇതൊക്കെ വെറും ജഡീകമാണെന്നും പൈശാചികമാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനിപ്പോഴും ഒരു സ്ഥലം ഓർക്കുന്നു. അവിടെ ഞാൻ എന്നെ കൺവെൻഷൻ പ്രസംഗിക്കാൻ വിളിച്ചു. അവിടെ ചെന്ന് പ്രസംഗിച്ച് കഴിഞ്ഞ് അവിടെ ഉള്ള ചില കാര്യങ്ങൾ എനിക്ക് നീരസം തോന്നി. ഞാൻ പിന്നീട് അവർ വിളിച്ചപ്പോൾ ഒരിക്കലും കൺവെൻഷൻ പോയിട്ടില്ല. എല്ലാ കൊല്ലം വിളിക്കും, പക്ഷേ ഞാൻ പോയിട്ടില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്രമാത്രം വാശി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെ മാനിക്കേണ്ടതുപോലെ മാനിച്ചില്ല എന്നുള്ള തോന്നൽ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, അങ്ങനെ ഒരു ജഡീക മനുഷ്യനായി, ആത്മീയനായി ഞാൻ പ്രസംഗിച്ച് നടന്നു. എന്നാൽ പിന്നെയും കർത്താവ് എന്നെ കൈവിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെയും കൈവിടാതെ നിങ്ങളുടെ പിന്നാലെ കർത്താവ് വരികയാണ്. മോനെ, നീ ഇങ്ങനെ ഇരുന്നാൽ പോരാ,
മോളെ നീ ഇനിയും മാറ്റം വരേണ്ടിയിരിക്കുന്നു, ഇനിയും നിനക്ക് മാറ്റം വരേണ്ടിയിരിക്കുന്നു. നിൻ്റെ ഹൃദയം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. എനിക്ക് നിൻ്റെ ഉള്ളത്തിൽ സന്തോഷം വസിക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ തോട്ടത്തിലെ ഏറ്റവും വിശിഷ്ട മുന്തിരിവള്ളിയായി നിന്നെ ഞാൻ നട്ടതാണെങ്കിലും നീ ഇന്ന് കാട്ടുമുന്തിരിങ്ങ അയച്ചിരിക്കുകയാണ്. മോളെ നീ മാറ്റം വരുത്തണം. നിൻ്റെ ഭർത്താവിനുള്ളത് എൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം. നിൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റത്തിൽ മോനെ നീ മാറ്റം വരുത്തണം. നിൻ്റെ സ്വഭാവം മാറണം. മാതാപിതാക്കളെ നീ ആദരിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം. ദൈവത്തിന് സ്തോത്രം. നീ ഇതിൻ്റെ ചുമതലകളെല്ലാം കൃത്യമായി നിറവേറ്റണം. നീ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹമുള്ളവനായിരിക്കണം, ആത്മീയമായ ഉത്സാഹം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഓരോന്നോരോന്ന് പറഞ്ഞു തരികയാണ്. കർത്താവിൻ്റെ ഒരു നാമം മുഖത്തുപെടട്ടെ. ഓരോന്ന് പറഞ്ഞു തരും തോറും നാം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. 36-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിൽ വീണ്ടും പുതിയ സമർപ്പണം. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തുപെടട്ടെ. പിന്നെ മുന്നോട്ട് വന്നപ്പോഴുണ്ട് ഓരോ ദിവസവും പുതിയ തീരുമാനങ്ങൾ. പിന്നെയും തിരുത്താനുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും പിന്നെയും തിരുത്താൻ കാര്യങ്ങൾ കാണുകയാണ്, തിരുത്താനുള്ള വിഷയങ്ങൾ കിട്ടുകയാണ്. കർത്താവിന് സ്തോത്രം. ഓരോ ദിവസം കഴിയുന്തോറും തീരുമാനങ്ങൾ പുതുക്കി വരുന്നു. അപ്പോൾ പിന്നെയും തിരുത്താനുണ്ട്. കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവത്തിന് വലിയ നാമം മുഖത്തുപെടട്ടെ. ഒരു ചെറിയ പൊടി പോലും കറിയില്ലാതെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഒരു പൊടി പോലും ഇല്ലാതെ അഗ്രദേശത്തേക്ക് പാതീരണം. അതാണ് കർത്താവിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഒരു പൊടി പോലും ഉണ്ടാകരുത്, ഒരു ചെറിയ അണുവ് പോലും തെറ്റ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അങ്ങനെ കളങ്കമറ്റവനായി വെയ്യൂല നാട്ടിലേക്ക് എനിക്ക് പറഞ്ഞു ചെല്ലണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുമോ? കർത്താവേ, ഇത്രയും കാലം കാട്ടുമുന്തിരിങ്ങ കഴിച്ചു പോയി കർത്താവേ, കാട്ടുമുന്തിരിങ്ങ കഴിച്ചു. എന്നാൽ ഇനിയുള്ള ജീവിതം കർത്താവേ, ഈ നല്ല മുന്തിരിങ്ങ കായ്ക്കുന്ന നിൻ്റെ തോട്ടത്തിലെ വിശിഷ്ട മുന്തിരിവള്ളിയായി ഞാൻ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇതിൻ്റെ തോട്ടിൽ നീ നനച്ചത്, വെള്ളമൊഴിച്ചത്, നീ കഷ്ടപ്പെട്ടത്, അധ്വാനിച്ചത്, നീ ഇടയിളക്കിയത്, നീ വളവിട്ടത്, കർത്താവേ, നീ പരിലാളിച്ചത്, നീ പരിചരിച്ചത് എല്ലാം ഇതുവരെ ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞു. എന്നാൽ ഇനി അതുണ്ടാവില്ല. എന്നെ നീ പ്രത്യേകം പരിപാലിച്ചു, എന്നെ പരിചരിച്ചു, എന്നെ ശുശ്രൂഷിച്ചു, എനിക്ക് വളവും തന്നു, എല്ലാം തന്നു ഇത്രയും നടത്തി. കർത്താവേ, ആയുസ് ശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള കാലമോ കർത്താവേ അത് നിൻ്റേതാണ്, ഇനി എൻ്റേതല്ല. എൻ്റേതെല്ലാം തീർന്നു കർത്താവേ, എൻ്റേതെല്ലാം തീർന്നു. അതെല്ലാ പരിപാടികളെല്ലാം തീർന്നു. ഇനി ആകെ ഒരു പരിപാടി മാത്രം, യേശുവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രം. യേശുവിൻ്റെ ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി, ഇഷ്ടമുള്ള ശ്രേഷ്ഠമായ ഫലം കായ്ക്കുന്ന മുന്തിരിവള്ളിയായി നിൽക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. കർത്താവിന് സ്തോത്രം. കർത്താവേ, ചെറുറുക്കന്മാർ വന്ന് തകർത്ത് കളയാതെ കർത്താവേ, ഈ തോട്ടത്തിന് നീ വേലി കെട്ടിക്കൊള്ളണമേ, ഈ തോട്ടത്തിന് കാവലാക്കിക്കൊള്ളണമേ, നിൻ്റെ ദൂതന്മാരെ കാവലാക്കിക്കൊള്ളണമേ. കർത്താവേ, നിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് ഉറവിടിക്കണമേ. എൻ്റെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കൂ. യേശു നിങ്ങളുടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട്. അവൻ ദൂരത്തേക്കല്ല, അവൻ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ സമീപത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കെഞ്ചി പറയുകയാണ്, എൻ്റെ മോളെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക, എൻ്റെ മോനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക. ഞാൻ നിനക്ക് വേണ്ടി ചോദിച്ച രക്തത്തിന് വരെ നീ അറിയുന്നുണ്ടോ? എൻ്റെ രക്തം ചിന്തിയത് നിൻ്റെ പാപത്തിന് മോചനത്തിനാണ് നീ അറിയുന്നുണ്ടോ? എൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തിയത് നിൻ്റെ കുറ്റങ്ങൾ മോചിക്കാനാണ് നിനക്കറിയാമോ? ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിൻ്റെ പാപങ്ങളെല്ലാം എൻ്റെ രക്തത്തിൽ മുഴുവൻ കഴുകിത്തരാമെന്ന് കർത്താവ് പറയുന്നു. എൻ്റെ രക്തം കഴുകുന്ന രക്തമാണ്, എൻ്റെ രക്തം ശുദ്ധീകരിക്കുന്ന രക്തമാണ്, എൻ്റെ രക്തം വീണ്ടെടുക്കുന്ന രക്തമാണ്, എൻ്റെ രക്തം ആത്മനിറവ് തരുന്ന രക്തമാണ്, എൻ്റെ രക്തം പാപത്തെ തോൽപ്പിക്കുന്ന രക്തമാണ്, എൻ്റെ രക്തം പിശാചിനെ ആട്ടിപ്പായിക്കുന്ന രക്തമാണ്, എൻ്റെ രക്തം യേശുനാഥ നിൻ്റെ രക്തം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്തിൽ മക്കളെ നിങ്ങൾ ആശ്രയിക്കുക, യേശുവിനെ വിളിക്കുക. കർത്താവേ, എന്നെ വിട്ട് കടന്നു പോകല്ലേ, എന്നെ വിട്ട് മാറി കടന്നു പോകല്ലേ, എന്നോട് മനസ്സലിയണമേ. ഞാനിതാ ഒരു പാവി, ദൈവമേ, ഇനിയും രൂപാന്തരം വരേണ്ടതായ ഒരു പാവി, രൂപാന്തരം വന്നിട്ടില്ലാത്തൊരു പാവി. കർത്താവേ, മാറ്റം വരാത്തൊരു മനുഷ്യൻ ഇതാ അതിന് മുമ്പായിരിക്കുന്നു. എന്നോട് നീ മനസ്സലിയണം. ഹല്ലേലൂയ. എൻ്റെ മേൽ തൃക്കരം വയ്ക്കണം കർത്താവേ, എന്നെ നീ അനുഗ്രഹിക്കണം കർത്താവേ. എൻ്റെ മേൽ തൃക്കരം വെച്ച് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നിൻ്റെ കയ്യിലേക്ക്, മേനഞ്ഞവൻ്റെ കയ്യിലേക്ക് ഇതാ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. എന്നെ സൃഷ്ടിച്ചവൻ്റെ കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ തോന്നുന്നുണ്ടോ? അവൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? അവനിതാ നിങ്ങളുടെ അരികത്തോടെ മന്ദം നടന്നു പോകുന്നുണ്ട്, നിങ്ങൾ സമീപത്തൂടെ നടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം ചോദിച്ചുകൊള്ളൂ. കർത്താവേ, ഇതുവരെയും പാവം മാത്രം ശീലിച്ച എൻ്റെ ജീവിതം, കോപിച്ച ജീവിതം, ശപിച്ച ജീവിതം, രാഗിയ ജീവിതം, കർത്താവേ, മറ്റുള്ളവരെ ദുഷിച്ച ജീവിതം, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ ജീവിതം, യേശുവേ ഇതാ ആ ജീവിതം തീരുന്നു. ഇന്നിതാ യേശുവിനെ സ്നേഹിക്കുന്ന ജീവിതമായി, യേശുവിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന ജീവിതമായി, യേശുവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന ജീവിതമായി ഞാനിതാ സമർപ്പിക്കുന്നു.
സമർപ്പിക്കൂ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഒട്ടും വൈകണ്ട മക്കളെ, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയും, യേശുവേ ഇന്നു മുതൽ നാഥാ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ ഇന്നു മുതൽ, ഹല്ലേലൂയ, എൻ്റെ യേശുവേ ഇന്നു മുതൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നിങ്ങൾ പറയുമോ? യേശുവിനോട് നിങ്ങൾ വാക്ക് പറയുമോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ പകയ്ക്കുന്നില്ല. യേശു നിങ്ങൾ വെറുക്കുന്നില്ല. യേശു നിങ്ങളോട് കോപിക്കുന്നില്ല. ഇപ്പോൾ മടങ്ങി വന്നാൽ മതി. ഹല്ലേലൂയ. ഇപ്പോൾ തിരിഞ്ഞു വന്നാൽ മതി. കഴിഞ്ഞതെല്ലാം അവൻ ക്ഷമിക്കും, കഴിഞ്ഞതെല്ലാം പൊറുക്കും, കഴിഞ്ഞതെല്ലാം എല്ലാം അയച്ചു തരും, എല്ലാ പാപവും മാറ്റി തരും, ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് തരും. ഇപ്പോൾ പറയൂ, യേശുവേ ഞാൻ നിൻ്റെ വക. ഹൃദയത്തിലെ തീരുമാനം നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തീരുമാനം ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ പറയൂ, യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ പുതിയ സൃഷ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ മാത്രം മതി. യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ സ്വന്തം. എൻ്റെ യേശുവേ ഇന്നു മുതൽ ഞാൻ നിൻ്റെ ഒരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ തൃക്കരം എൻ്റെ തലമേൽ വെക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിച്ചവർ മാത്രം കരങ്ങൾ ഉയർത്തുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ തിരുസാന്നിധ്യം ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, തീയായി അവിടെ ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവേ, മരിച്ചവർ ജീവിപ്പിക്കുന്ന സ്നേഹം ഞങ്ങളുടെ മധ്യത്തിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ കർത്താവേ, പുതിയ സമർപ്പണത്തിലേക്ക് ഓരോരുത്തരെയും കൊണ്ടുവരുന്നതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, വിശുദ്ധീകരിക്കണമേ. എൻ്റെ പ്രിയൻ്റെ രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, അടിയങ്ങളെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം.